ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഉഴുന്ന് വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല മൊരിഞ്ഞ നല്ല ഉഴുന്ന് വട, നല്ല അകമേ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഉഴുന്ന് വട എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വട ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മണിക്കൂറിന് മുന്നേ 1 കപ്പ് ഉഴുന്ന് ഞാൻ നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് വെള്ളമെല്ലാം മാറ്റി എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മഷി കണക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഉണ്ട ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വടയ്ക്ക് എപ്പോഴും ഉരുണ്ട ഉഴുന്നാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. 1-2 സ്പൂൺ വെള്ളം, അതും തണുത്ത വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ ബീറ്ററിന് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് കുറച്ച് എയർ ബബിൾസ് അതിനകത്ത് കയറാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ വട നല്ല സോഫ്റ്റ് ആകും. ബീറ്ററില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കൈവച്ച് നന്നായിട്ടൊന്ന് മാവ് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാവ് കറക്റ്റ് പരുവാണെന്നറിയാം. ഞാൻ അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് ഇതുമാതിരി പൊങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം മാവിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടിയാണ്. അതുകൂടെ ചേർക്കുമ്പം മാവ് കുറച്ചുകൂടെ ഒരു ടൈറ്റായി വരും. അത് മാത്രമല്ല, മാവിന് ഉഴുന്ന് വടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അരിപ്പൊടിയും മാവുമായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുറി ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. അത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതിന് ശേഷം 1 സ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും 1 തണ്ട് കറിവേപ്പില ഞുറുക്കിയതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ വടയുടെ കൂട്ടൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തിന് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് വട പൊരിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി ചൂടായി വരണം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോ വടയും ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് വെള്ളം നനച്ചിട്ട് വേണം ഈ വടയുടെ മാവിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള വടയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ട് വട ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാര്യം നമ്മൾ ഉഴുന്നെടുക്കുമ്പോഴും എപ്പോഴും ഉഴുന്നെടുക്കണം. പിന്നെ 4 മണിക്കൂർ കുറയാതെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കണം. പിന്നെ വെള്ളം കുറച്ച് നന്നായി അരച്ചെടുക്കണം. പിന്നെ എയർ സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മാവൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉള്ളു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വട ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ 3 വടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വട ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വടയൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള വടകൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം മാവിന് എപ്പോഴും കട്ടി ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ, കട്ടി കുറഞ്ഞ് ലൂസായി പോയി കഴിഞ്ഞാൽ വട ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഈ വെള്ളം കുറച്ചിട്ട് നമ്മളെപ്പോഴും അരച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നമുക്ക് തീരുന്നത് വരെ വട ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ വടയ്ക്ക് ചേർന്ന ഒരു നല്ലൊരു വെള്ള ചട്നിയൂടെ നമുക്ക് തേങ്ങാ ചട്നിയാണ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് നല്ല ടേസ്റ്റി ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ പുളിപ്പിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ തൈരൂടെ, നല്ല കട്ട തൈരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു കടുക് വറുത്ത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ
കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ കടുക് വറുക്കുന്ന പോലെ കടുക് വറുത്ത് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരെ ചട്നിയിലങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കടുക് വറവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചട്നിയിലേക്കങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ ചട്നി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. മല്ലിയില ചേർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കൂടെ ആയേനെ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് കുറേ കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ വട സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 1 കപ്പ് ഉഴുന്നിൽ നിന്ന് 8 വട തയ്യാറാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളെല്ലാം തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ മറക്കാതെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.